ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇറേനി എന്ന പ്രയോഗമാണ് സമാധാനം എന്ന പദത്തെ സൂചിപ്പിക്കുവാൻ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശാന്തത, ഐക്യം, ക്ഷേമം, സംഘർഷത്തിൻ്റെ അഭാവം, സുരക്ഷ, സമൃദ്ധി, ആത്മീയ അനുഗ്രഹങ്ങളുടെ സാന്നിധ്യം എന്നിവയെയും വിവരിക്കുവാൻ ഈ പ്രയോഗം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഗ്രീക്കോ റോമൻ സാംസ്കാരികവും ചരിത്രപരമായ പശ്ചാത്തലത്തിൽ സാധാരണയായി യുദ്ധത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും അഭാവമായി മനസ്സിലാക്കപ്പെട്ടിരുന്ന ഈ പ്രയോഗം പുതിയ നിയമ പശ്ചാത്തലത്തിൽ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിൽ സമാധാനം എന്ന ആശയം കലഹത്തിൻ്റെ അഭാവത്തിനുമപ്പുറം ക്ഷേമത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും സമഗ്രമായ ഒരു ബോധത്തെ ഉൾക്കൊള്ളുന്നുവെന്നതാണ് പ്രധാന വ്യത്യാസം എന്ന് നാം മനസ്സിലാക്കണം. എബ്രായ പാരമ്പര്യത്തിൽ ഇത് പൂർണ്ണത, ആരോഗ്യം, ക്ഷേമം എന്നിവയെ ഉൾക്കൊള്ളുന്ന ഷാലോം എന്ന ആശയവുമായി യോജിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും റോമൻ സമാധാനത്തെ ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്തിരുന്നു എന്നതാണ് വാസ്തവം. മനുഷ്യരെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൂഷണം ചെയ്യുവാനും പരദേശികളെയും വിധവമാരെയും സ്ത്രീകളെയും ഉൾക്കൊള്ളാതെയുള്ള സാമൂഹിക വ്യവസ്ഥയോടുള്ള എതിർപ്പ് സുവിശേഷം എന്ന പ്രതിരോധ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് മിശിഹ നടത്തിയതെന്ന് നാം ഓർക്കണം. അതിനാൽ തന്നെയാണ് തിന്മയിൽ നിന്നും തിന്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യരുടെ അമിതാധികാര പ്രവണതകളെ ദൈവരാജ്യം എന്ന ബദൽ വീക്ഷണം കൊണ്ട് ക്രിസ്തു സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതിനാൽ എല്ലാ പ്രതിഷേധങ്ങളും വിയോജിപ്പുകളും സമാധാനത്തെ നശിപ്പിക്കുന്നതല്ല എന്നും നാം തിരിച്ചറിയണം. അതിനാൽ വാക്യത്തിൽ പരാമർശിച്ചതുപോലെ പൗലോസിൻ്റെ ദൈവശാസ്ത്രത്തെ പഠിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിച്ചാൽ കൃപ മുഖാന്തരം അന്ധകാരത്തിൻ്റെ അധികാരങ്ങളെയും ശക്തികളെയും വാഴ്ചകളെയും മാറ്റി സമാധാനത്തിൻ്റെ അന്തരീക്ഷം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.